ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നടരാജ ഗുരുകുലത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു കാര്യത്തിലെത്തി നിന്നിരുന്നു. ജീവിതത്തിൽ ശരിയായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ നമ്മളെപ്പറ്റി ആദ്യം അറിയണം. ഞാൻ ആരാണ്? ഈ ചോദ്യം കേൾക്കാൻ ലളിതമാണെങ്കിലും ഇതിന് ഉത്തരം കണ്ടുപിടിക്കൽ അത്ര സിമ്പിളല്ല. നമ്മൾ നമ്മളെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള വലിയ ചോദ്യങ്ങൾ ഉയരുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സയൻസ്, അഥവാ കാര്യങ്ങളെ സമഗ്രമായി പഠിക്കുന്ന ഒരു രീതിയിലേക്ക് പോകണമെന്ന്. പക്ഷേ നമുക്കവിടേക്ക് നേരിട്ട് ചാടാൻ പറ്റില്ല. അതിനു മുമ്പ് നമ്മുടെ മനസ്സിനെ ആദ്യം തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായി ചില പ്രിപ്പറേറ്ററി ലെസൺസിലൂടെ നമ്മൾ കടന്നു പോകണം. ആ തയ്യാറെടുപ്പിൻ്റെ ആദ്യത്തെ പടി എന്താണ്? എഡ്യൂക്കേഷൻ തന്നെ. അതുകൊണ്ടാണ് ആദ്യം നമുക്ക് ഈ ചോദ്യം തന്നെ ചോദിക്കേണ്ടത്: എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? പലപ്പോഴും മുതിർന്നവർ നമ്മളോട് പറയും ഷെയറിങ് നല്ലൊരു ഗുണമാണെന്ന്. പക്ഷേ അത് ശരിയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? വെറുതെ കേട്ടതുകൊണ്ട് മാത്രം എല്ലാം ശരിയാവണമെന്നില്ലല്ലോ. ഇവിടെയാണ് വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നത്. വിദ്യാഭ്യാസം എന്നാൽ വെറുതെ പുസ്തകങ്ങൾ വായിക്കുന്നതോ അതോ പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടുന്നതോ അല്ല. പിന്നെ എന്താണ്? ഈ ലോകത്തെ ശരിക്ക് മനസ്സിലാക്കാനും ശരി എന്താണെന്ന് സ്വയം തിരിച്ചറിയാനും പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു ട്രൂ സ്റ്റുഡൻറ്റ് എല്ലാം അറിയുന്ന ആളാവണമെന്നില്ല. പക്ഷേ അവർക്ക് കാര്യങ്ങളെ വ്യക്തമായി കാണാനും ആഴത്തിൽ മനസ്സിലാക്കാനും ബാലൻസ്ഡായി പ്രവർത്തിക്കാനും അറിയാം. അതുകൊണ്ട് പഠനം എന്നത് ഇൻഫർമേഷൻ തലയിൽ നിറയ്ക്കലല്ല, മറിച്ച് നല്ല മനുഷ്യരായി വളരലാണ്. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരാണ്, പ്രത്യേകിച്ചും നമ്മുടെ മാതാപിതാക്കൾ. അവർ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓർക്കുക, അവരും ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടിക്കാലത്തെ പഠനം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കുട്ടികളെ വെറുതെ നിയന്ത്രിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവരെ ഉണർത്തുകയാണ് വേണ്ടത്. അനാവശ്യമായ ബഹളങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കണം. ഇതിനെയാണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം കുട്ടികളെ പെട്ടെന്നൊരു അച്ചിൽ വാർത്തെടുക്കാതെ അവർക്ക് പ്രകൃതിയെ അറിയാനും സ്വന്തം ചോദ്യങ്ങൾ ചോദിക്കാനും അവസരങ്ങൾ നൽകുക. എൻ്റെ ജീവിതത്തിലെ പ്രധാന കഥാപാത്രം ഞാൻ തന്നെയാണ് എന്ന തോന്നൽ അവർക്കുണ്ടാവണം. പക്ഷേ ഇതിന് സ്വാതന്ത്ര്യം മാത്രം പോരാ, കരുതലും വേണം. ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ പ്രകൃതിയോട് ചേർന്ന് വളരുന്നൊരു കുട്ടി സ്വാഭാവികമായും കാര്യങ്ങൾ പഠിക്കും. പക്ഷേ നഗരത്തിലെ തിരക്കിലും ബഹളത്തിലും വളരുന്നൊരു കുട്ടിക്ക് സ്നേഹമുള്ള ഒരു വഴികാട്ടി കൂടിയേ തീരൂ. നമ്മൾ വലുതാകുമ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മാർക്കിനോ കയ്യടിക്കോ വേണ്ടിയല്ല, നമ്മൾ നമ്മളായി മാറാനാണ്. സ്കൂൾ നമുക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു തരുന്നു. ഒരു അടിത്തറയാണ് അതുണ്ടാക്കി തരുന്നത്. ഭാവിയിൽ സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കും. അത് നല്ലതാണ്. പക്ഷേ അതിനപ്പുറം മറ്റു ചില സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. അക്കാഡമിക് ഫ്രീഡം, സ്പിരിച്വൽ ഫ്രീഡം, എക്സിസ്റ്റൻഷ്യൽ ഫ്രീഡം എക്സെട്ര. ഇവയൊന്നും നമുക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കില്ല. ഇവയെല്ലാം ഫിലോസഫിയിൽ നിന്ന് നമുക്ക് ലഭിക്കൂ. അത് സ്കൂളിന് എതിരല്ല, അത് സ്കൂൾ പഠനത്തെ പൂർണ്ണമാക്കുന്നു. അവിടെ നിന്നാണ് 3 വലിയ ചോദ്യങ്ങൾ വരുന്നത്. ഞാൻ ആരാണ്? ഈ ലോകം എവിടെ നിന്നാണ് ഉണ്ടായത്? എന്നെയും ഈ ലോകത്തെയും ബന്ധിപ്പിക്കുന്ന ആ ശക്തി എന്താണ്? ഇതൊന്നും വെറും പുസ്തകങ്ങളിലെ ചോദ്യങ്ങളല്ല, നമ്മുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചോദ്യങ്ങളാണിവ. കാരണം പഠനം എന്നത് അറിവിൽ വളരാൻ മാത്രമല്ല, നമ്മൾ എന്ന നിലയിൽ വളരാനാണ്. അവസാനമായി നമുക്ക് സ്വയം ഒന്ന് ചോദിക്കാം,
നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? സക്സസ്സിന് വേണ്ടി മാത്രമാണോ അതോ അറിവുള്ളവരായി മാറാനാണോ? അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. സക്സസ്സിന് വേണ്ടി മാത്രമല്ല, അറിവിന് വേണ്ടിയും പഠിക്കുക എന്നതിൻ്റെ ശരിയായ അർത്ഥം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.